സംസ്ഥാന സർക്കാരിന് അനഭിബന്ധനായി മാറുകയാണ് DGP യോഗേഷ് ഗുപ്ത എന്ന സംശയം ഇപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്നു. വൻ അഴിമതിക്കാരെ പിടികൂടുകയും കേസെടുക്കാൻ ഒരുങ്ങുകയും ചെയ്തതോടെയാണ് DGP യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസിൽ നിന്നും സ്ഥാനചലനം ഉണ്ടാകുന്നത്. അടുത്ത പോലീസ് മേധാവിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന IPS-കാരനാണ് യോഗേഷ് ഗുപ്ത. 4 മാസം കൊണ്ട് 40 കൽക്കൂരിക്കാരെ കയ്യോടെ പിടികൂടുകയും 212 മിന്നൽ റെയ്ഡുകൾ നടത്തുകയും ചെയ്ത യോഗേഷ് ഗുപ്ത വിജിലൻസിനെ പോലൊരു സംവിധാനത്തിന്റെ പ്രായോഗികതയും അതിന്റെ കൃത്യമായ ചലനങ്ങളുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി നൽകി. അതിനിടെയാണ് അപ്രതീക്ഷിതമായ മാറ്റമുണ്ടാകുന്നത്. ഫയർഫോഴ്സിലേക്കാണ് സ്ഥാനചലനം. DGP മനോജ് എബ്രഹാമാണ് പുതിയ വിജിലൻസ് മേധാവി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ബിനാമി കമ്പനിക്ക് 12 കോടിയോളം രൂപയുടെ കരാറുകൾ നൽകിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കരാറുകൾ എടുക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്പനിയാണിതെന്നും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ബിനാമി ഇടപാടിൽ കേസെടുക്കാനും ദിവ്യയുടെയും കുടുംബത്തിന്റെയും സ്വത്തുക്കളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്താനും യോഗേഷ് ഗുപ്ത നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗേഷിനെ തെറിപ്പിച്ചത്. ദിവ്യയെ തൊട്ടതോടെയാണ് യോഗേഷിന്റെ വിജിലൻസിൽ നിന്നുള്ള സ്ഥലം മാറ്റം. പിന്നീട് എത്തിച്ചതോ ഫയർഫോഴ്സിലേക്കും. തിരിച്ചുവിടണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ വനം ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുക്കുന്നതിലും യോഗേഷ് രേഖാമൂലം എതിർപ്പറിയിച്ചിരുന്നു. അങ്ങനെ സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു യോഗേഷ് ഗുപ്ത. പിണറായി സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള അവിഹിത ഇടപാടുകളെ എതിർത്തിരുന്നത് കൊണ്ടാണ് യോഗേഷ് ഗുപ്തയെ തെറിപ്പിച്ചുകൊണ്ട് DGP മനോജ് എബ്രഹാമിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള DGP-യാണ് മനോജ് എബ്രഹാം. എന്തും ചെയ്യാൻ കേൾപ്പുള്ളവനും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്താലും അതിനെയൊക്കെ അംഗീകരിക്കാനും മനോജ് എബ്രഹാമിനാകും. എന്നാൽ യോഗേഷ് ഗുപ്തയ്ക്ക് അതാകില്ല എന്നതുകൊണ്ടാണ് യോഗേഷ് ഗുപ്തയെ ഇപ്പോൾ വിജിലൻസിൽ നിന്നും ഫയർഫോഴ്സിലേക്ക് തെറിപ്പിച്ചിരിക്കുന്നത്. അഴിമതി കേസിൽ വിജിലൻസ് പ്രതിയാക്കിയ ഉദ്യോഗസ്ഥൻ നടത്തിയ അഴിമതിയുടെ വീഡിയോ തെളിവുകളുണ്ടെന്നും ഒരു കാരണവശാലും തിരിച്ചെടുക്കരുതെന്നും യോഗേഷ് ഗുപ്ത വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് തള്ളിക്കളഞ്ഞാണ് സസ്പെൻഷൻ പിൻവലിച്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത്. അഴിമതി കേസിൽ വിജിലൻസ് പ്രതിയാക്കിയ ഉദ്യോഗസ്ഥൻ നടത്തിയ അഴിമതികളുടെ വീഡിയോ കൈവശമുണ്ടെന്നും അതുകൊണ്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കാരണവശാലും ആ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കരുതെന്നും യോഗേഷ് വാദിച്ചിരുന്നു. ഇത് തള്ളിക്കളഞ്ഞാണ് സസ്പെൻഷൻ പിൻവലിച്ച് വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തത്. വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചെടുക്കുന്നതെന്ന് ഉത്തരവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട്. ഇതോടെ ജ്യോതിലാലും വനം വകുപ്പിൽ നിന്ന് തെറിച്ചു. പിന്നാലെയാണ് യോഗേഷിന്റെയും തൊപ്പി തെറിച്ചത്. ഇതോടെ വനം വകുപ്പിലെ ഹണി ട്രാപ്പ് മാഫിയക്കെതിരെ നിലനിൽക്കുന്നവർക്കെല്ലാം പണി കിട്ടുമെന്ന അവസ്ഥയും വരുന്നു. ഇതെല്ലാം യോഗേഷിന്റെ സ്ഥലം മാറ്റത്തിലും നിർണായകമായി എന്നും സൂചനകളുണ്ട്. നാളികേരം കൊപ്ര സംഭരണത്തിൽ പൊതുമേഖലാ സ്ഥാപനം നടത്തിയ 100 കോടിയുടെ സബ്സിഡി വെട്ടിപ്പ് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് യോഗേഷ്. കേസെടുക്കാൻ സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ വിജിലൻസിൽ നിന്നും ഫയർഫോഴ്സിലേക്ക് തെറിക്കുന്നത്. സബ്സിഡി വെട്ടിപ്പിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് വ്യക്തമാക്കാതെ സഹകരണ ബാങ്കുകൾ വഴി പോലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പണം നൽകിയെങ്കിലും കൊപ്രയും നാളികേരവും സംഭരിച്ചിട്ടില്ലെന്നും കണ്ടെത്തി കഴിഞ്ഞു. കേസെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുമില്ല. കരാറുകാരുമായി ചേർന്ന് മറ്റൊരു കോർപ്പറേഷൻ നടത്തിയ കോടികളുടെ തട്ടിപ്പ്, പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്ഥാപനം നടത്തിയ 15 കോടിയുടെ തട്ടിപ്പ്, കൃഷി മേഖലയിലെ കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി തട്ടിയത് എന്നിങ്ങനെ നിരവധി അഴിമതികൾ കണ്ടെത്തി വിജിലൻസ് തലപ്പത്ത് നിന്നും ഫയർഫോഴ്സ് തലപ്പത്തേക്ക് ഇപ്പോൾ യോഗേഷ് ഗുപ്ത തെറിക്കുന്നത്. ഇനി ഏതായാലും മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും ഫയർഫോഴ്സിൽ എന്നാൽ ഉണ്ടാകാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒതുക്കൽ നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്തയെ വിജിലൻസിൽ നിന്നും ഫയർഫോഴ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത്.